അങ്ങനെ കണ്ണൂർ പോലീസിന് ബോംബുണ്ട്, മുല്ലപ്പൂ കൊണ്ടല്ല ബോംബുണ്ട്. ഇപ്പൊ ഈയിടക്കടുത്ത് ബോംബ് പൊട്ടി. എവിടെ പൊട്ടിയത്? ശവകുടീരത്തിൽ, ഖബറിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ. ഞാനന്ന് കുവൈത്തിലാണ്. കുവൈത്തിൽ ചന്ദ്രിക പത്രം കിട്ടി, മിഡിൽ ഈസ്റ്റ് ചന്ദ്രിക കിട്ടിയിട്ട് ഞാൻ അങ്ങനെ വായിക്കും. പിന്നെ മലയാള മനോരമ കണ്ടു, അതുപോലെ വർത്തമാനം പത്രം കണ്ടു, സിറാജ് ദിനപത്രം കണ്ടു, അതുപോലെ മാധ്യമം ദിനപത്രം കണ്ടു. ഇതൊക്കെ ഒരു ഓഫീസിൽ വന്ന് ഞങ്ങൾ അവിടെ ഇരുന്ന് വായിക്കുക. എല്ലാ പത്രത്തിലും ഈ റിപ്പോർട്ട് കണ്ടു. വിശ്വസിക്കാമല്ലോ. ശവകുടീരത്തിൽ ബോംബ് പൊട്ടി, പോലീസ് നിർവീര്യാക്കുന്നു. ഈ രംഗം തലേ ദിവസം ടി വിയിൽ കണ്ടവര് പറഞ്ഞു, എന്താപ്പത് കഥ. അന്ന് ഈ അഹമ്മദ് സാഹിബിന്റെ പെങ്ങളെ മോനും ഞാനും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അഹമ്മദ് സാഹിബിന്റെ പെങ്ങളെ മോനോട് പറഞ്ഞു, അഹമ്മദ് സാഹിബിനെ വിളിക്കൊരു തമാശ പറയാനാ, ഒന്നല്ല. അഹമ്മദ് സാഹിബിനോട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന ആളാണ് വിളിക്കുന്നത്. അഹമ്മദ് സാഹിബ്, നിങ്ങളെ നാട്ടിൽ മരിച്ചെടുക്കുന്നവർക്കും ഒരു സ്വസ്ഥതല്ലേ? അഹമ്മദ് സാഹിബ് പറഞ്ഞ, ചിലപ്പം വസിയത്ത് പറഞ്ഞിട്ടുണ്ടാവും, ഇതിന്റെ ചൂരും മണം ഇങ്ങനെ കേട്ടിട്ട് ശീലായിട്ട് തലക്കാൻ പുറത്ത് രണ്ടെണ്ണം വെച്ചാളേന്ന്. അങ്ങനെ ഉണ്ടല്ലേ നമ്മൾ ഇഷ്ടപ്പെട്ട സാധനം. ഇപ്പൊ എന്റെ ഉപ്പാക്ക് നേന്ത്രപ്പഴം നല്ല ഇഷ്ടമാണ്. എന്റെ അമ്മ എപ്പോഴും മുസ്ലിയാർക്ക് ഒരു നേന്ത്രപ്പഴം കൊടുത്തിട്ട് പറയും, മൊയ്ലിയരെ അവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്താളി. ഇപ്പൊ എനിക്ക് കറുത്ത അലുവ നല്ല ഇഷ്ടമാണ്. ഇനി ഞാൻ മരിച്ച എന്റെ അമ്മ പറയാൻ എന്താണെന്നറിയാം, മുസ്ലിയാരെ ഇതാ ഒരു കഷ്ണം, എന്റെ കുട്ടിക്ക് കറുത്ത അലുവ നല്ല ഇഷ്ടമായിരുന്നു, ഇത് കൊടുത്തെന്നാണ് ദ്വാരനാളി നിങ്ങൾ മനസ്സറിഞ്ഞിട്ട്. കണ്ണൂർ എങ്ങനെയാണെന്നറിയാം ദ്വാരിപ്പിക്കല്, ബോംബാണ്ട് കൊടുക്കുക, അൽ ഫാത്തിഹ ഒറ്റപ്പെട്ട കാക്കട്ടെ. ആ നാടും നമ്മളും തമ്മിലുള്ള വ്യത്യാസം